ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി മൺഡേ. നമ്മളിന്ന് സെക്കൻഡ് മന്തിലെ 2ാമത്തെ തീയതിയിലാണല്ലേ ഇരിക്കുന്നത്. 2026 നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ 2026 എന്തൊക്കെയെല്ലാമോ നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എനിക്കും അതേപോലെ തന്നെയാ, നിറയെ ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ. 2025 സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീടിനൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നില എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് പോയിട്ട് ഒരു 4-വീലർ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിന്റെ പണി ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചു. ഒരു സെക്കൻഡായിട്ട് ഒരു 4-വീലറെങ്കിലും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയായിരുന്നു. ലോണിനാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളെങ്കിലും നടക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണല്ലേ. ഞാനൊക്കെ 4-വീലർ എല്ലാം ഓട്ടിക്കുമോ അല്ലെങ്കിൽ ഗിയർ ബൈക്കെല്ലാം ഓട്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ നോക്കിയിട്ടില്ല. എന്തങ്ങനെ പറയാൻ കാരണമെന്നാൽ, എൻ്റെ സ്കൂൾ ലൈഫിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് സൈക്കിൾ തരാറുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ സൈക്കിൾ പഠിക്കുന്നത് ആ സൈക്കിളിലാണ്. അങ്ങനെ പഠിച്ച് ശരി ഓക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്, സ്കൂളിലെല്ലാം കൊണ്ടുപോകാമെന്നുള്ളൊരു ധാരണയിൽ ഞാൻ കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു നല്ലൊരു ഇറക്കമുണ്ട്. അതിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ പകുതിയിൽ വെച്ച് ബ്രേക്ക് പൊട്ടി. അങ്ങനെ ബ്രേക്ക് പൊട്ടിയപ്പോൾ വിളയിലേക്ക് ഈ സൈക്കിളിനെ ഇറക്കി. അങ്ങനെ ഞാൻ വന്ന് വീണു. അങ്ങനെ അന്ന് നല്ല പരിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെല്ലാം പോയി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മ പറഞ്ഞുകൊണ്ട്, ഇനി മേലായിട്ട് നീ സൈക്കിളൊന്നും എടുക്കരുത്, സൈക്കിളൊന്നും ഓട്ടിക്കരുത്, നടന്ന് സ്കൂളിൽ പോയാൽ മതി, അല്ലെങ്കിൽ ബസ്സിൽ നീ സ്കൂളിൽ പോയാൽ മതി എന്നെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് സൈക്കിൾ ഭയങ്കര ജീവനായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ പപ്പ പറഞ്ഞത്, നീ നടന്നു പോയാലും നീ വീഴാനുണ്ടെങ്കിൽ നീ നിർബന്ധം വീഴും. ബസ്സിൽ പോകുമ്പോൾ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കും. അതുകൊണ്ട് സൈക്കിൾ ഓട്ടിച്ചാൽ തന്നെ വീഴണം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നീ സൈക്കിൾ ഓട്ടിക്കണം, ധൈര്യമായിട്ട് ഇനി ഓട്ടിക്കണം. അങ്ങനെയുള്ള ഒരു ധൈര്യവാക്കെല്ലാം പപ്പ തന്നായിരുന്നു. പിന്നെ അങ്ങനെ പപ്പയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ നമുക്ക് സൈക്കിൾ ചവിട്ടണം എന്നുള്ള ഒരു ഊർജം വന്നു കേട്ടോ.